വെൽക്കം ബാക്ക് ടു VTUBE ചാനൽ. ഞാൻ വിലാസിനി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഷെഷ്വാൻ ചിക്കൻ. പേര് കേൾക്കുമ്പോൾ അറിയാലോ നമ്മുടെ ഇന്ത്യൻ അല്ലാന്ന്. അതെ, ഇതിൻ്റെ ഒറിജിൻ ചൈനയിലാണ്. സിച്ചുവാൻ എന്നുള്ള സ്ഥലത്താണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. അവിടുന്ന് റോമൻസ് ആണ് ഇതിനെ ഷെഷ്വാൻ എന്ന് പ്രൊനൗൺസ് ചെയ്ത് അങ്ങനെയാണ് ഷെഷ്വാൻ ചിക്കൻ ആയത്. ഇത് നല്ല സ്പൈസി ചിക്കനാണ്. നല്ല പെപ്പർ, ചില്ലി ഇതെല്ലാം ചേർത്തുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇൻഡോ ചൈന റെസ്റ്റോറൻറ്റിലെല്ലാം ഇത് വളരെ ഫേമസ് ആണ്. അപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ എങ്ങനെ ഇത് എളുപ്പത്തിൽ അതേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൽ ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാൻ വിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നിങ്ങളടുത്ത് എത്തും. ഇനി നമുക്ക് നേരെ ഒന്ന് റെസിപ്പി കണ്ടു നോക്കാം. ഇതാ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഷെഷ്വാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തത് ഒരു 350 ഗ്രാം ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ചിക്കനാണ്. ഇത് എല്ലുള്ളത് നിങ്ങൾക്ക് എടുക്കാൻ വേണമെങ്കിൽ, ഞാനിപ്പോൾ എടുത്തത് ബോൺലെസ് ആണ്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ പോലെ കുരുമുളക് പൊടി, ഇതാ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ, അതായത് പാകത്തിന് ഉപ്പ്, എല്ലാവരും ഓരോരുത്തർ പാകത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനെഗർ ഉപയോഗിക്കാം, വൈറ്റ് വിനെഗർ ഉപയോഗിക്കാം. ഞാൻ ലെമൺ ജ്യൂസാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ 1 മുട്ട. ഇത്രയും സാധനങ്ങൾ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എല്ലാം പിടിക്കണം. അപ്പം ഞാനിത് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ വെക്കണം. മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് ഈ മസാലകൾ എല്ലാം ഒന്ന് ഇതിൻ്റെ മേലെ കോട്ടിങ് ആകും. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ലെമണിൻ്റെ ജ്യൂസ് എല്ലാം ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ മിനിമം വെക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ കൂടുതലും വെക്കാം. 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാനിപ്പോൾ 1/2 മണിക്കൂർ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം വേണ്ട ബാക്കി ചേരുവകൾ നോക്കാം. ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പോൾ 1/2 മണിക്കൂറെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വറുത്ത് കോരണം. ഞാനിവിടെ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതാ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ കഷ്ണം ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യമൊന്ന് നല്ല പോലെ എണ്ണ ചൂടായിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. എന്താ വെച്ചാൽ ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഉള്ളിലെല്ലാം ഒന്ന് നല്ല പോലെ വേവണ്ടേ, അതിന് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. രണ്ട് പ്രാവശ്യമായിട്ട് വേവിക്കേണ്ടി വരും. ഞാനിതാ ഇത്രയും ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വേവട്ടെ കേട്ടോ. ഒരു ഭാഗം വെന്തിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിത് എല്ലാ കഷ്ണങ്ങളും ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചിട്ട് കാണിച്ചു തരാം. ചിക്കനെല്ലാം ഒന്നിച്ചിട്ടുകൊണ്ട് തന്നെ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പോലെ വേവല്ലോ, കുറച്ച് കൂടുതലില്ലേ. ഇനി നമുക്കിത് ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കും. ഒരു ഭാഗം വെന്തിട്ടുണ്ടല്ലോ. ഒറ്റയടിക്ക് തന്നെ എല്ലാം തിരിച്ചു വിട്ടു. നമുക്ക് തിരിച്ചിടാൻ പറ്റി. ഈ ഭാഗം കൂടെ ഒന്ന് വേണം. ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടൊക്കെ ആണ് ഇത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഉരുണ്ട കടായി അല്ലേ. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരന്ന കടായി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ പിന്നെ ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയല്ലേ, അത് കുറച്ച് ഗുണമുള്ളതാണ്, അതുകൊണ്ടാണ് ഇതിൽ വെക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം മുഴുവനൊന്ന് വറുത്ത് കോരണം. ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം എണ്ണയെന്ന്. ഞാൻ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കും. നമുക്കിനിയിപ്പോൾ ആവശ്യം വരും. ചിക്കൻ വറുത്ത് കോരിയ അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഫൈനലി ചോപ്ഡ് ഗാർലിക് ഇട്ട് കൊടുക്കുക. അതുപോലെ നല്ലപോലെ കൊത്തിയരിഞ്ഞ ജിഞ്ചർ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്നും കിടന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫൈനലി ചോപ്ഡ് ഒനിയൻ, അതായത് 1 ഒനിയൻ ഞാൻ നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ നമ്മൾ അരിയണം. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടട്ടെ കേട്ടോ. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുക്കട്ടെ. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ഷാലോട്ട്സിൻ്റെ ലീവ്സാണ് ഞാൻ ഇടുന്നത് കേട്ടോ. സ്പ്രിംഗ് ഒനിയനാണ് വേണ്ടത്, പക്ഷേ ഞാൻ ഇതാണ് ഇപ്പോൾ ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റേതായ രീതിയിൽ ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുടെ ഒന്ന് കാണണം. പിന്നെ അതുപോലെ സോയാ സോസ്, ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലുണ്ട് എങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കട്ടെ, നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കേണ്ട, അതായത് പൊടികൾ. മുളക് പൊടിയാണ്, അത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള ചില്ലി പൗഡർ, ഓർഡിനറി ചില്ലി പൗഡർ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, നല്ല റെഡ് കളർ കിട്ടാനാണ്, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഇല്ലേ, അതൊന്നുകൂടി ഒന്ന് ഇളക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് കറി ലീഫ് ഇടുന്നുണ്ട്. കറിവേപ്പില ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് എടുക്കണം. എന്നിട്ട് നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ വെള്ളം മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ചാൽ പിന്നെ നിങ്ങൾ കൈവെക്കാതെ ഇളക്കണം. എന്താ പറയുക, വേഗം കട്ടിയായി പോകും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ കുറുകി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സമയത്ത് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി ആക്കാം കേട്ടോ. പക്ഷേ ഞാൻ ലൂസാക്കുന്നില്ല, എനിക്കിങ്ങനെ തന്നെ കുറച്ച് കട്ടിയിൽ വേണം. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ പുരട്ടി ഉണക്കിയെടുക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ച് വെക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളെപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഇങ്ങനെയെല്ലാം കഴിക്കാറും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാറും ഒക്കെ. അപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് അതേ രൂപത്തിൽ തന്നെ അതേ ടേസ്റ്റിലും നമുക്കുണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് ഒന്നുകൂടെ വറ്റിച്ചിട്ട് കാണിച്ചു തരാം. ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം നമുക്ക്. ഞാനിപ്പം നോക്കി, അപ്പോൾ ഇതെല്ലാം പാകമാണ്. ഉപ്പ് എരിവ് എല്ലാം പാകമാണ്. ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവണം വിചാരിച്ചില്ല.
ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഷെഷ്വാൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇനിയിപ്പം നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ചീനച്ചട്ടിയിൽ നിന്നെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഷെഷ്വാൻ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ കൊതിയൂറും. നല്ല ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ രുചികരമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. പിന്നെ താങ്ക് യു വെരി മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ട് അതേപോലെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.